നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചക്ര മെഡിറ്റേഷനെ പറ്റിയിട്ടാണ്. അത് ഈ സമയത്ത് നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. കാരണം ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷയം ഞാൻ ഇതിനുമ്പോൾ ചക്രനെ പറ്റി വിശദമായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ചക്ര എന്താണ്, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ ഞാൻ വീണ്ടും വിശദമാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു സന്ദർഭം ഒരിക്കലും മിസ്സാക്കരുതെന്ന്. ഇപ്രാവശ്യം എടുക്കുന്ന ചക്ര മെഡിറ്റേഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റിസൾട്ട് തരുന്ന രീതിയിലുള്ള യോഗ ആസനങ്ങളും അതുപോലെ തന്നെ പ്രാണായാമങ്ങളും ചേർത്തുകൊണ്ടാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അനുവർത്തിക്കേണ്ട ചില ചിട്ടകളും അതുപോലെ തന്നെ ദിവസവും നിങ്ങൾ വാക്കുകളായും പ്രവൃത്തികളായും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ ചക്ര മെഡിറ്റേഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത്രയും വിശദമായിട്ടുള്ള ഒരു ചക്ര മെഡിറ്റേഷൻ സാധാരണ ഓൺലൈനിൽ ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടാകുമെന്ന് എൻ്റെ അനുഭവത്തിലില്ല, ആരും പറഞ്ഞതുമില്ല. അതിനേക്കാളും ഭംഗിയായി ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നമ്മുടെ സ്റ്റോണും ബ്രേസ്ലെറ്റും കയ്യിലുള്ളവർ ഇതെല്ലാം 7 ചക്രസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് പറയേണ്ട ആവശ്യമില്ല. സ്റ്റോണിനെ പറ്റി നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇതെല്ലാം 7 ചക്ര ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പിടിക്കുമ്പോഴൊക്കെ ഇത്രയും റിസൾട്ട് വരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കൂടുതൽ കയ്യിലുള്ളവർ അതും കൂടി എടുത്തിട്ട് വരിക എന്ന് നമുക്ക് ഏറ്റവും ഭംഗിയായി തന്നെ ജീവിതത്തിൽ മാറ്റുന്നത് 2026 വരുമ്പോഴേക്കും വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് എല്ലാവരും രാത്രി 9 മണിക്ക് തന്നെ കൃത്യമായി എത്തുക. അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം നിങ്ങൾ 1 മണിക്കൂർ മുമ്പേ കഴിക്കണമെന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആരെങ്കിലും ഇനിയും ചേരാൻ ബാക്കിയുള്ള യോഗമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.